നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരെ ഞെട്ടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടതുപക്ഷ കുത്തക തകർത്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം ബി.ജെ.പി. പിടിച്ചത്. ഏതായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നരേന്ദ്രമോദിക്ക് മനസ്സിലായി. അദ്ദേഹം ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാർക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഔദ്യോഗിക സ്വീകരണം നൽകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിരുന്നിനെ ക്ഷണിച്ചു. ഫെബ്രുവരി 13 പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് വിരുന്ന് നടക്കുക. ഇത്തരത്തിൽ ഒന്ന് അത്യപൂർവമാണ്. തിരുവനന്തപുരം വികസന രേഖയും ഡൽഹിയിൽ പ്രഖ്യാപിക്കും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേടിയ ഈ സുവർണ വിജയം ദേശീയ തലത്തിൽ തന്നെ ആഘോഷമാക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് 101 അംഗ കൗൺസിലിലെ 50 ബി.ജെ.പി. അംഗങ്ങളെയും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 9 കേരള എക്സ്പ്രസിൽ കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പുറപ്പെടും. യാത്രയിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. യൂണിറ്റുകൾ കൗൺസിലർമാർക്ക് സ്വീകരണമൊരുക്കും. ട്രെയിനിന് കൂടുതൽ സമയം സ്റ്റോപ്പുള്ള സ്റ്റേഷനുകളിലാണ് അതത് സംസ്ഥാന യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന വിവരം. തിരുവനന്തപുരത്തെ വിജയം ഒരു യുഗത്തിന്റെ തുടക്കമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരുന്നത്. മേയർ വി രാജേഷിനും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും അദ്ദേഹം വ്യക്തിപരമായി അഭിനന്ദന കത്തുകളും അയച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഡൽഹിയിലെത്തുന്ന കൗൺസിലർമാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളും സന്ദർശിക്കും. ഫെബ്രുവരി 13 രാത്രി തന്നെ സംഘം കേരളത്തിലേക്ക് മടങ്ങും. ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടെയാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് ഭരണം ഉറപ്പിച്ചത്. 4 ദശാബ്ദത്തോളം ഭരണം കൈയാളിയ ഇടതുമുന്നണിയെ 2ാം സ്ഥാനത്തേക്കും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-നെ 3ാം സ്ഥാനത്തേക്കും പിന്തള്ളിയായിരുന്നു NDOയുടെ പടയോട്ടം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാർട്ടിയുടെ ഊർജമായാണ് ഈ ഡൽഹി സന്ദർശനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തിരുവനന്തപുരത്ത് മോദി എത്തിയപ്പോൾ സ്വീകരിക്കാൻ മേയർ പോയിരുന്നില്ല. അതിനു പിന്നിലെ ചില അട്ടിമറികൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അത്യപൂർവ ആദരം രാജേഷിനും കൂട്ടർക്കും മോദി ഒരുക്കുന്നത്. 4 ദശാബ്ദം ഭരണത്തിലിരുന്ന ഇടതുപക്ഷം 2ാം സ്ഥാനത്തേക്കും ഇത്തവണ അധികാരം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന UDF 3ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടിരുന്നു. വലിയ കക്ഷിയായെങ്കിലും ഭരണം നിലനിർത്താമെന്ന് കരുതി LDF-ന് കിട്ടിയത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് തിരുവനന്തപുരത്തുണ്ടായത്. സിറ്റിംഗ് വാർഡുകൾ പലതും നഷ്ടമായി. കഴക്കൂട്ട മണ്ഡലത്തിലെ വാർഡുകളിൽ തകർന്നടിഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിക്കെതിരായ വികാരം മറികടക്കാൻ ഇറക്കിയ പുതിയ സ്ഥാനാർത്ഥികളും വാർഡ് വിഭജനവും തുണച്ചില്ല. 10 സീറ്റിലേക്ക് 2020 ഒതുങ്ങിയ UDF-ന്റേത് വമ്പൻ തിരിച്ചുവരവാണ്. തീരദേശ വാർഡുകൾ UDF-നൊപ്പം നിന്നു. ശബരിനാഥനും വോട്ട് വിവാദമുണ്ടായ മുട്ടടയിലെ വൈഷ്ണവ് സുരേഷും ഉൾപ്പെടെ ജയിച്ചു. 2 വാർഡുകളിൽ വിജയികൾ സ്വതന്ത്രരാണ്. അവരിൽ ഒരാൾ പിന്തുണച്ചാൽ ബി.ജെ.പിക്ക് ഭരണം ഭരിക്കാൻ തലവേദനയില്ലായിരുന്നു. അത് അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു. ഒരു പതിറ്റാണ്ട് വരെ 6 വാർഡുകളിൽ മാത്രം വിജയിച്ചിരുന്ന NDAക്ക് ഇതൊരു വലിയ വഴിത്തിരിവാണ്. കഴിഞ്ഞ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും അധികാരം പിടിച്ചെടുക്കാൻ ബി.ജെ.പി. വലിയ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ 2015 പ്രാരംഭ കുതിപ്പിന് ശേഷം 2020 അത് ഏതാണ്ട് നിശ്ചലമായി തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും അവരുടെ പിടി ദുർബലമാകുന്നതിന്റെ സൂചന നൽകി. എന്നിരുന്നാലും ഇത്തവണത്തെ ഫലങ്ങൾ അത്തരം എല്ലാ പ്രവചനങ്ങളെയും നിരാകരിച്ചു. വിജയത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ടു. അദ്ദേഹം ട്വീറ്റും ചെയ്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. NDAക്ക് ലഭിച്ച ജനവിധി കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക നിമിഷമാണെന്നായിരുന്നു അദ്ദേഹം അതിന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത് വെറും ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ തലസ്ഥാന നഗരിയിലെത്തിയതും ബി.ജെ.പിയുടെ പരിപാടിയിൽ പങ്കെടുത്തതും വലിയ നേട്ടമായി തന്നെ ബി.ജെ.പി. അത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. വേദിയിലെത്തിയ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചതൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം വി രാജേഷ് മേയറെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയും എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. മാത്രമല്ല, ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനായിട്ട് കുനിഞ്ഞപ്പോഴും അദ്ദേഹം തിരിച്ചും അവരുടെ കാൽ തൊട്ടും വന്ദിച്ചതും നമ്മൾ കണ്ടതാണ്. അതൊക്കെ തന്നെ വളരെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളായിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് ഒരു ഔദ്യോഗിക സ്വീകരണം നൽകാൻ ബി.ജെ.പി. കൗൺസിലർമാർക്ക് തീരുമാനിച്ചിട്ടുള്ളത്.
9-ാം തീയതി ഇവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. പലതരത്തിലുള്ള മാറ്റങ്ങൾ തലസ്ഥാന നഗരിയിൽ കൊണ്ടുവന്ന് ഓരോ ദിവസം കഴിയുന്തോറും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം മുന്നേറുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും മാറ്റങ്ങളും ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇനിയും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വികസനത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് നയിക്കാൻ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ വരട്ടെ. ഈ ഭരണത്തിന്റെ ഈ ഒരു കാലയളവിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിലടക്കം ഭരണം അല്ലെങ്കിൽ ഈ ഒരു കോർപ്പറേഷൻ ഭരണം തങ്ങളുടെ കൈകളിൽ തന്നെ ജനങ്ങൾ അത് നൽകാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്.